ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ വേറൊരു വാർത്തയുണ്ട്. അവന്തിയെ കേൾക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു വാർത്ത. എന്താ വാർത്ത? മരണം മുന്നിൽ കണ്ട ICUവിൽ കിടന്ന അർച്ചന ജീവിതത്തിലേക്ക് തിരികെ എത്തി. അർച്ചനെ, താൻ ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ പറയുന്ന കേൾക്ക്. നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ കുഞ്ഞ് ജീവനോടെയുണ്ട്. ആ, സത്യാണോ പറയുന്നത്? അർച്ചനയും കുഞ്ഞിനെയും രണ്ടുപേരെയും സേവ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്ത് വന്നാലും സഹിക്കാനുള്ള ശക്തി വേണം. കുഞ്ഞിനെ ഞങ്ങൾ സേവ് ചെയ്തു. ബട്ട് അർച്ചന, റിയലി സോറി. ഇനി പേടിക്കാനൊന്നുമില്ല. ദൈവം നമുക്ക് അർച്ചനയെ തിരിച്ചു തന്നു. സത്യം, അവളിപ്പോ ഇൻക്യുബേറ്ററില്ല. ഓളല്ലേ സച്ചേട്ടാ? ദൈവം നമ്മളെ കൈവിട്ടില്ല അല്ലേ? ഈ ജന്മത്ത് സച്ചിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അങ്ങനെ നിനക്ക് എന്നെ വിട്ടു പോവാൻ പറ്റുമോ? ഞാനില്ലാതെ താൻ ഇവിടെ പോവാന്? അത് ദൈവത്തിന് മനസ്സിലായതുകൊണ്ടാ തന്നെ തിരിച്ചു തന്നത്. തന്നെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞിനെയും. ഇല്ല പോറ്റി സാറേ, ഒന്നും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സാറ് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ശരി സാർ, ഞാൻ സാറിനെ വിളിക്കാം. മാഡം, ചായ. തരക്കേടില്ല. നിനക്ക് കുക്ക് ചെയ്യാനൊക്കെ നല്ലോണം അറിയാലോ അല്ലേ? അറിയാം. എന്ത് വേണോന്ന് മാഡം പറഞ്ഞാ മതി. മൂർത്തി പറഞ്ഞ വിശ്വാസത്തിലാ നിന്നെ ഇവിടെ നിർത്തിയത്. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല മാഡം. എങ്ങനെയുണ്ട് പുതിയ ജോലിക്കാരി? മൂർത്തിക്കുള്ള നേരത്തെ അറിയാലോ അല്ലേ? കുറച്ചു നാള് ഇവർ എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു വാർത്തയുണ്ട്. അവന്തിയെ കേൾക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു വാർത്ത. എന്താ വാർത്ത? മരണം മുന്നിൽ കണ്ട ICUവിൽ കിടന്ന അർച്ചന ജീവിതത്തിലേക്ക് തിരികെ എത്തി. വേഗത്തിൽ എടുത്ത് മാറ്റ്. ഞെട്ടിയിട്ട് കാര്യമില്ല. ഭാഗ്യം ഇപ്പോ അർച്ചനയുടെ കൂടെയാ. ഇപ്പോഴല്ലല്ലോ, എപ്പോഴും അതങ്ങനെ തന്നെ ആണല്ലോ.
അപ്പോ ആ കുട്ടിയുടെ കാര്യം? കുട്ടി ഇപ്പോഴും ഇൻക്യുബേറ്ററിൽ തന്നെയാ. അപകടനില തരണം ചെയ്തു എന്നാ കിട്ടിയ റിപ്പോർട്ട്. അപ്പൊ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അതെ. അതുമാത്രമല്ല, മറ്റൊന്നുകൂടി കേട്ടു. എന്ത്? നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എത്ര ശ്രമിച്ചിട്ടും കിട്ടാതിരുന്ന ആ വിദേശ കമ്പനിയുടെ ഓർഡർ ഇപ്പോ കിട്ടി. അതും ഈ കുഞ്ഞ് ജനിച്ച ദിവസം. അത് അർച്ചനയുടെ കുഞ്ഞിന്റെ ഭാഗ്യമാണെന്നാ നെല്ലിശ്ശേരിയിൽ എല്ലാവരും പറയുന്നത്. അതിന്റെ ആഘോഷവും അവിടെ തുടങ്ങി. അടിപൊളി. ഞാൻ നിർഭാഗ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ചത് ഇപ്പൊ അവരുടെ സൗഭാഗ്യമായിട്ട് മാറി അല്ലേ? അതെ. അതുകൊണ്ട് ഇനി അവർക്കെതിരെ എന്ത് ചെയ്യുമ്പോഴും രണ്ടാമതൊന്ന് ആലോചിക്കണം. ഇനി എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതൊരു മരണക്കളിയാ. എന്താ അവന്തിക ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സമയം നല്ലതല്ല. ഇനി ആരെയും കൊല്ലാനോ അപകടപ്പെടുത്താനോ ശ്രമിക്കാൻ പാടില്ല. ഇതൊന്നുമല്ല മൂർത്തി. ആ തറവാടിന്റെ അടിവേരിളക്കാൻ പറ്റുന്ന ഒരു ബോംബ് എന്റെ കയ്യിലുണ്ട്. അതെടുത്ത് ഞാനങ്ങ് പ്രയോഗിക്കും. അതോടെ തീരും നെല്ലിശ്ശേരിയിലെ തന്തയുടെയും മക്കളുടെയും ചരിത്രം. വെള്ളിയങ്കിരി മലയിലെ ആ തിരുമേനി പറഞ്ഞത് നമുക്ക് ആൺകുഞ്ഞുണ്ടാവൂന്നല്ലേ? പക്ഷേ ഉണ്ടായത് മോളല്ലേ? ആണായാലും പെണ്ണായാലും നമുക്കൊരുപോലെയല്ലേ? എനിക്കറിയാം എന്താ അങ്ങനെ സംഭവിച്ചെന്ന്. എന്താ? സച്ചിന് ഇഷ്ടം പെൺകുട്ടിയായിരുന്നു. ആ മലയിലെ ദൈവത്തിനോട് സച്ചേട്ടൻ പ്രാർത്ഥിച്ചതും പെൺകുഞ്ഞിനെ തരാനായിരിക്കും അല്ലേ? എപ്പോഴും മോള് വേണമെന്നുള്ള ആഗ്രഹം സച്ചേട്ടനോട് പറയാറുണ്ടായിരുന്നല്ലോ. സത്യം പറ സച്ചേട്ടാ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചത് മോളെ വേണമെന്നല്ലേ? കള്ളൻ. എന്നിട്ട് എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. സച്ചേട്ടന്റെ ആഗ്രഹം ദൈവം നമുക്ക് സാധിച്ചു തന്നത്. എന്റെ ആഗ്രഹം തന്റെ ആഗ്രഹം എന്നൊന്നുമില്ല. നമ്മൾ രണ്ടുപേരുടെ ആഗ്രഹം. ദൈവം നമുക്കൊരു മോളെ തന്നു. നമ്മൾ അതിനെ പൊന്നുപോലെ വളർത്തും. അത്രേ ഉള്ളൂ. സച്ചേട്ടൻ നമ്മുടെ മോളെ കണ്ടോ? കണ്ടു. ഒരു എലിക്കുഞ്ഞിനെ പോലെ. ആകെ ഇച്ചിരിയേ ഉള്ളൂ. ഇൻക്യുബേറ്റർ വെച്ചിരിക്കുക. ഒരു ദിവസം 2-3 തവണയൊക്കെ കാണാം. എനിക്കിനി എപ്പോഴാ അവളെ ഒന്ന് കാണാൻ പറ്റുന്നേ?